മാന്യ സദസ്സിന് വന്ദനം. ബ്രോ, ആട് 3 കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ പൊന്നോ, എന്ത് പറയണമെന്ന് കൂടി അറിയില്ല. ഏകദേശം 2.75 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത് ഉണ്ട് സിനിമ. പക്ഷേ സംഭവം ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, കിടിലം പടം. പിന്നെ ഈ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാല, ഓവർ ഹൈപ്പിൽ ഈ ഒരു പടം നിങ്ങൾ പോയി കാണാൻ നിൽക്കരുത്. കാരണം ഞാൻ ഇതുപോലെ മുമ്പ് ഒരു റിവ്യൂ പറഞ്ഞത് നമ്മുടെ ലോക ചാപ്റ്റർ 1-ന്റെയാണ്. എന്റെ അന്നത്തെ ആ ഒരു റിവ്യൂ പോയി കണ്ട് പടം ഇഷ്ടപ്പെടാതെ പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാല, ഇത് എന്റേതായ ആ ഒരു റിവ്യൂ മാത്രമാണ്. ആ ഒരു പടം പോയി കണ്ടതിന് ശേഷമുള്ള എന്റേതായ ഒരു അഭിപ്രായം മാത്രമാണ് ഈ ഒരു റിവ്യൂ. എവരി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു പടം ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്റെ ഈ ഒരു റിവ്യൂ വീഡിയോ മാത്രം കൺസിഡർ ചെയ്യാതെ മറ്റ് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പടം പോയി കാണുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ലാസ്റ്റ് ഇവിടെ വന്ന് വെറുതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശാന്തം. ഇനി നമുക്ക് നേരെ ആ ഒരു റിവ്യൂലേക്ക് കടക്കുവാണെങ്കിൽ, ആടിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമർ എലമെന്റ്സ് ഒരുപാടുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. കോമഡിയേക്കാൾ ഉപരി മെയിൻ ആയിട്ട് ആ ഒരു സ്റ്റോറിക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഫാർ ബെറ്റർ ആയിട്ട് തോന്നി. ഒരു കോമഡി ഫിലിം ഫ്രാഞ്ചൈസിൽ ടൈം ട്രാവൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സിനിമയിൽ അത് വേറെ ലെവലായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആ ഒരു പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള ഒരു ഐഡിയോളജി, അതും ഇത്രയും ചെറിയ നമ്മുടെ ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സീരിയസ്ലി പറയാലോ എനിക്ക് അത്ര സന്തോഷമുണ്ട് പറയാം. എന്താ പറയാ, എല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു പടം അത്ര ഇഷ്ടപ്പെട്ടു ബ്രോ. വേറെ ലെവല് സാധനം, ഒന്നും പറയാനില്ല. കേരളം അത് പാപ്പൻ തൂക്കി. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ദുരന്തർ കണ്ടില്ല, അത് വേറെ കാര്യം. എന്തായാലും കാണാൻ പോകണം. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്ത ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡ്യൂഡിന്റെയാണ്. ഓ മാൻ, ഏതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഹാഫിന് ശേഷം മാത്രമേ ഡ്യൂഡ് വരുന്നുള്ളൂ. പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു 1.5 സംഭവം തന്നെയാണ് ബൈ. സെക്കൻഡ് ഹാഫ് ഡ്യൂഡിന്റെ ഒരു 1.5 അഴിഞ്ഞാട്ടം തന്നെയാണെന്ന് വേണം പറയാൻ. അതേപോലെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സാത്താൻ സേവിയർ. അറിയാലോ, ഇപ്പൊ ഫസ്റ്റ് പാർട്ടിലായാലും സെക്കൻഡ് പാർട്ടിലായാലും സാത്താൻ സേവിയറിന് കമ്പാരിറ്റീവ്ലി റോൾസ് കുറവാണ്. പക്ഷെ ഇതിലേക്ക് വരുവാണെങ്കിൽ വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് റോള് തന്നെ സാത്താൻ സേവിയറിന് ഈ ഒരു സിനിമയിൽ ഉണ്ട്. പക്ഷെ സാത്താൻ സേവിയറിന്റെ ഈ ഒരു സിനിമയിൽ ആ ഒരു ഇൻട്രോ സീനൊക്കെ കാണുന്നതിന്റെ പൊന്നോ. ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു ഇൻട്രോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ അത് വേറെ ലെവലാക്കി. മാത്രമല്ല സിനിമയിൽ സാത്താൻ സേവിയർ വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. തിയേറ്ററിൽ ആ സമയത്തിൽ ആ ഒരു കയ്യടി എന്ന് പറയുന്നത് കിടന്ന് കുല്ലിങ്ങുന്നുണ്ടായത്. പിന്നെ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പം പ്രസന്റ് ടൈമിലെ മാത്രമല്ല പാസ്റ്റിലേക്ക് വരുവാണെങ്കിലും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ അറക്കലബുവിന്റെ ആ ഒരു BGM ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ പറയാലോ, ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്ത ഒരു ഇൻട്രോ സീൻസ് വേറെ ലെവൽ ആയിട്ടുണ്ട്. അതായത് ആദ്യത്തെ 2 പാർട്ടും കോമഡിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തപ്പം ഇത് വളരെ ഡെപ്ത് ഉള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വേൾഡിൽ എത്തിയതുപോലുള്ള ഒരു ഫീലും നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഷുവർ ആണ്. മലയാളത്തിലെ അത്രയും കിടിലൻ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ലോകയുടെ കാര്യം പറയുകയാണെങ്കിലും അതിന്റെ ആദ്യത്തെ ഒരു പാർട്ട് മാത്രമേ ഇതുവരെ വന്നു കഴിഞ്ഞുള്ളൂ. സംഭവം വരട്ടെ, എന്തായാലും മോശമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു കറന്റ് ടൈമിൽ നമ്മുടെ ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഈ അടുത്ത് റിലീസ് ആവുന്ന ഓരോ പടങ്ങളും ആ ഒരു ഗ്രോത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബ്രോ. അസേ മലയാളി എന്നുള്ള രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ തന്നെ എന്ത് കിടിലം പടങ്ങളാടാ. പടങ്ങൾ എന്ന് മാത്രമല്ല, നമ്മൾ ഓഡിയൻസും മറ്റ് ഇൻഡസ്ട്രീസിലൊന്നും ഇതുപോലത്തെ പടങ്ങൾ റിലീസ് ആവുന്നില്ല എന്നല്ല. തമിഴില് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമുണ്ട്. ഈ വേം ഹോള്, മൾട്ടിവേഴ്സ് തിയറൊക്കെ എന്ത് കിടിലനായിട്ടാണ് അതിൽ ചെയ്തു വെച്ചെന്നറിയാം. പക്ഷെ കാര്യം എന്താ, അടുത്ത അണ്ണന്മാർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ആ പടം പൊട്ടിച്ചു കൊടുത്തു. പക്ഷെ എന്ന് വെച്ച് നമ്മൾ മലയാളീസ് എല്ലാം തികഞ്ഞവരാണ് എന്നല്ല. മറ്റ് ഇൻഡസ്ട്രീസിലെ ഓഡിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസ് അത്യാവശ്യം ഇന്റലിജന്റ് ആണ്. ഇപ്പം ക്ലാഷ് റിലീസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഈ മറ്റ് സ്റ്റേറ്റിലെ ഓഡിയൻസിനൊന്നും ലോക പോലെ ഇത് അങ്ങനെ കണക്ട് ആവണം എന്നില്ല. കാരണം സെക്കൻഡ് പാർട്ടിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു പടം. എനിക്ക് തോന്നുന്നില്ല മറ്റ് സ്റ്റേറ്റിലെ ഓഡിയൻസ് ഒന്നും ഈ ഒരു പടം കണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ലോക ചാപ്റ്റർ 1-ന് കിട്ടിയതുപോലത്തെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ഒരു സിനിമയ്ക്കും കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വരാൻ പോകുന്ന ബ്രഹ്മാണ്ഡ ക്ലാഷ് റിലീസിനെ കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ ചെറിയൊരു പേടി. പ്രിയപ്പെട്ട മലയാളി സഹോദരന്മാരോട് എനിക്കൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ദുരന്തരൊക്കെ പോയി കണ്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു കിടിലൻ യുണീക്ക് പടം റിലീസ് ആവുമ്പം അത് വിജയിപ്പിക്കേണ്ട കടമ നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് വലിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ റിലീസ് ആവുമ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ റിലീസ് ആവുന്ന ഈ ഒരു പടം വെറുതെ അനാവശ്യമായിട്ട് പൊട്ടിച്ച് കൈ കൊടുക്കാൻ പാടില്ല. കാരണം ഈ ഒരു പടം അത്യാവശ്യം യുണീക്ക് ആണെങ്കിലും ഇതിന്റെ മുന്നത്തെ പാർട്ടൊന്നും മറ്റ് സ്റ്റേറ്റിലെ ആൾക്കാർ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റിലെ ലോക ചാപ്റ്റർ 1 പോലെ അത്ര വലിയ കളക്ഷൻ നേടുമെന്നുള്ളത് സംശയമാണ്. മലയാളീസായ നമ്മൾ മാത്രം വേണം ഈ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവസാനം തിയേറ്ററിൽ പൊട്ടി OTTയിൽ വിജയിച്ച കൾട്ട് ക്ലാസിക് എന്നുള്ള കൊണച്ച ഡയലോഗ് പറയാൻ നിൽക്കരുത്. പിന്നെ കുറെ ആൾക്കാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മൂന്നാമത്തേത് തീരെ പോരാ. കുറെ ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്, ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തേത് വേറെ ലെവലാണ്. ഇങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള പ്രധാന കാരണം കുറെ ആൾക്കാർക്ക് ടൈം ട്രാവൽ എന്താണെന്ന് കൂടി അറിയില്ല. ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ വെറുതെ അവിടെ പോയി കിളി പോയിരിക്കലേ ഉണ്ടാവുള്ളൂ. ഇനി ആട് 3ക്ക് ഒരു പാർട്ട് 2 കൂടി വരാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം ഫ്രാഞ്ചൈസിന്റെ എൻഡാണ്. സോ കാത്തിരിക്കാം അവരുടെ അടുത്ത വരവിനായി.